ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഈ രീതി കണ്ടാൽ തന്നെ ഞങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണിയപ്പത്തിന് നമുക്ക് വെറും 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഉണ്ണിയപ്പം ഇതേപോലെ നല്ല പഞ്ഞിക്കിട്ടും സോഫ്റ്റും ഒരു ഫ്ലോപ്പ് ആവാതെ എണ്ണ ഒന്നും കുടിക്കാത്ത ഉണ്ണിയപ്പങ്ങൾക്ക് ഇതുപോലെ ബോള് പോലത്തെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി ഞാനിത് ചെയ്യണത് ശർക്കര ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ നിങ്ങൾ അരി അരക്കാനൊന്നും പോകരുത്. കാരണം നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് വേണേനും അതാണെങ്കിൽ നല്ലോണം തണുപ്പ് വേണം. നമ്മൾ സാധാരണ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ നല്ല തിളച്ച ശർക്കര പാനിയാണല്ലേ അരിമാവൊക്കെ ഒഴിക്കൽ. എന്നാൽ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് നല്ല തിളച്ച് ചൂടാറിയിട്ടുള്ള ശർക്കര പാനിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്നും ശരിക്കും അറിയാതെ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉണ്ണിയപ്പത്തിനുള്ളിൽ വേവണില്ല, ഉണ്ണിയപ്പം ഇങ്ങനെ നേരെ ചൊവ്വ കിട്ടണില്ല, ഉരുള പോലെ ആവണില്ല, ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞ പരാതികൾ. അപ്പോൾ അതൊന്നും ഇനി ഉണ്ടാവില്ല. നിങ്ങൾ ഇത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏത് കണ്ണ് ചിമ്പിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇതിക്കുള്ള ശർക്കരൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 2 കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. എന്നാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ണിയപ്പം ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു 2 കപ്പ് പച്ചരിക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 350 ഗ്രാം ശർക്കരയാണ്. നല്ല കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ശർക്കരയ്ക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത് 1 കപ്പ്. അപ്പോൾ മനസ്സിലായല്ലോ, 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ശർക്കര പാനി റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതവിടെ റെഡി ആയിക്കണേ, അതിന് ചൂടാറട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഈ ഒരു കാര്യം മസ്റ്റാണ്ട് ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ടത്. കാരണം ഇത് നമുക്ക് ചൂടാറേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ആദ്യം ഒരു ചട്ടി വെക്കുക. ചട്ടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാണ് പശുവിൻ്റെ നെയ്യ് ഉണ്ടാവില്ല, അതാണ് എടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂണ് പശുവിൻ്റെ നെയ്യ് എടുത്തിട്ട്, പശു നെയ്യോ ഇനിയിപ്പോൾ ഏത് നെയ്യാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ എടുത്തോളി, അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നെയ്യ് തന്നെ ആകുമ്പോഴാണ് നമ്മൾ ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. എന്നാലും നമ്മളൊരു ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുകയല്ലേ സിമ്പിളായിട്ട്, അപ്പോൾ ഒരു ടേസ്റ്റ് നല്ല ഉണ്ടായിക്കോട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ഓയിൽ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചെറുകിയിട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വെച്ച്, അപ്പോൾ ഇത് നല്ലോണം മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറുത്ത എള്ള് ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ, ഇത് ഒഴിവാക്കിക്കോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉണ്ണിയപ്പം വേവുന്ന സമയത്തും കഴിക്കുന്ന സമയത്തൊക്കെ ഒരു കാണാൻ ഭംഗിയും കഴിക്കാൻ ടേസ്റ്റും ഒക്കെ കിട്ടും കുറച്ച് എള്ളോ കരിഞ്ജീരകമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂണ് കരിഞ്ജീരകമാണ് ചേർക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് ചേർക്കാം, അല്ലെങ്കിൽ വെളുത്ത എള്ള് ചേർക്കാം, ഒക്കെ ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് നല്ലോണം മുരിച്ചെടുക്കണത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്തിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ എള്ളായാലും കരിഞ്ജീരകമായാലും ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എള്ളും കരിഞ്ജീരകവും ഈ ഒരു തേങ്ങാക്കൊത്ത് ഒന്ന് നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് മാത്രം ഇട്ടിട്ട് പെട്ടെന്ന് ഇളക്കിയിട്ട് അതിങ്ങോട്ട് എടുത്തേക്കട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി മാറ്റി വെക്കണം. അപ്പം മനസ്സിലായല്ലോ, ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കി വെക്കണം, തേങ്ങാക്കൊത്തും റെഡിയാക്കി എടുക്കണം. എന്നെങ്കിൽ അത് 2 ചൂടാറിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പച്ചരി ഒന്ന് അരച്ചെടുക്കാണ്ട്. അപ്പോൾ പച്ചരീൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കപ്പിൽ അളക്കുകയാണെങ്കിൽ കപ്പിന് 2 കപ്പ്, അതല്ല നിങ്ങൾ ഗ്ലാസ്സിലാണ് അളക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഗ്ലാസ് പച്ചരി എടുത്തോളി. കാരണം കപ്പും ഗ്ലാസ്സുമായിട്ട് കുറച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. കുറച്ച് അരിയും കുറച്ച് ശർക്കരയും ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഉണ്ണിയപ്പം നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓൾക്ക് വീണ്ടും നമ്മൾ ഈ അപ്പം എന്നൊക്കെ പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ നമ്മൾ മതിയാവും. പക്ഷേ അത് കുറച്ചൊരു മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നും കൂടി എടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെയാണ് ഈ അപ്പത്തിൻ്റെ ഒക്കെ കാര്യം. അപ്പം നമുക്ക് വീണ്ടും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കാനുള്ള മടി ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ഇത് നന്നാവണില്ല എന്നുള്ള പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നെയ്യപ്പാലും കലത്തപ്പാലും കുയ്യപ്പാലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി മെഷർമെൻറ്റ് കറക്റ്റായി, അതുപോലെ തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ശരിയായി കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു അരി ഞാൻ വാരിയിട്ട് നമ്മൾ ശർക്കര പാനി അരിപ്പൊക്കെ വെച്ച് അരിച്ചു. നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ പാനി. അപ്പോൾ എന്താ വെച്ചാൽ ഈ ശർക്കര പാനി തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു തിക്കായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം കലക്കിയിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ലേശം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, നമ്മൾ മധുരം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അപ്പല്ലേ, അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവൊന്ന് കുറക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം അരച്ചതിന് ശേഷം പകുതി ഞാനൊരു ചെമ്പട്ടിക്ക് ഒഴിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അരയണ സമയത്ത് ഒരുപാട് അരയണ്ട, നല്ലോണം അരയണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് ആരെടുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു തരി ഇതിൽ വേണം. അപ്പോൾ നല്ലോണം അരിഞ്ഞ് എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാം, എടുത്തതിന് ശേഷം പകുതി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വാളങ്കോടൻ പഴം കേട്ടോ. വാളങ്കോടൻ പഴം എന്ന് പറഞ്ഞാൽ മൈസൂർ പഴം, നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മൈസൂർ പഴം എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു പഴം നല്ല ചെറിയ പഴം ആയതുകൊണ്ട് തന്നെ ഒരു 4 പഴം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഈ ഒരു പഴം തന്നെ ചേർക്കട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും പഴം കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ റോബസ്റ്റ പഴം ചേർത്തോളി. പക്ഷേ ഈ ഒരു പഴമാണ് നമുക്കിതിൻ്റെ ചെറിയൊരു പുളിയും, ഈ പൊതുവേ നമുക്ക് മൈസൂർ പഴത്തിനൊരു പുളി ഉണ്ടാവുമല്ലോ, പൂവമ്പഴം പോലൊന്നല്ല. ഈ ഒരു പുളി ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ അപ്പത്തിന് പ്രത്യേക ഒരു വെറൈറ്റി രുചി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഒരു 4 പഴം എടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് എന്താ വെച്ചാൽ ഒരു 4-3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്താണോ നിങ്ങൾ അടുക്കലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടും ഒന്നും കൂടെ അടിച്ചെടുക്കട്ടോ. ഇതെല്ലാം അടിച്ചെടുത്തപ്പം നമ്മൾ ശർക്കര പാനി ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് വെള്ളം കൂടി പോകുന്നത്. അപ്പോൾ അങ്ങനെ കൂടൊന്നുമില്ല, കാരണം ഇതിലേക്ക് നമ്മൾ പഴവും അതുപോലെ തന്നെ ഈ ഒരു മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കണോണ്ട് തന്നെ ഈ കറക്റ്റ് വെള്ളം കേട്ടോ. അപ്പം വെള്ളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. 2 കപ്പ് അരിയിലേക്ക് 1 കപ്പ് ശർക്കര പാനി കറക്റ്റ് കേട്ടോ, അതാണ് കറക്റ്റ്. ഇനിയിപ്പോൾ അഥവാ വെള്ളം കുറച്ച് തിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇളം ചൂട് വേണമെന്നില്ല, എന്നാലും നല്ല തണുത്തത് വേണ്ട, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കി എടുക്കട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അപ്പങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി രുചി നമുക്ക് കിട്ടുന്നില്ല. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെയാണ് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പം നല്ല ജീരകത്തിൻ്റെ പൊടി എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അരി അരക്കുന്ന സമയമല്ലേ, ആ ഒരു സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല ജീരകം നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ, കാരണം നമ്മളപ്പം ഏത് അപ്പാണെങ്കിലും അതിന് നല്ല ജീരകത്തിൻ്റെ രുചി ആണ് അപ്പത്തിൻ്റെ രുചി. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതുണ്ടല്ലോ തേങ്ങാക്കൊത്തിൻ്റെ കൂട്ട്, അത് ഇതിലേക്ക് നല്ലോണം വടിച്ചിട്ട് കൊടുത്തു കൊണ്ടിട്ട് കൈ കൊണ്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ ഏലക്കാപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അരി അരക്കുന്ന സമയത്ത് നല്ല ജീരകം ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഒരു ഏലക്ക മാത്രം ഇട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഏലക്ക പൊടിച്ച് കഴിഞ്ഞാൽ അരൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഏലക്ക നമ്മൾ കൊത്തി പൊടിച്ചിടുമ്പം അത് കറക്റ്റായിരിക്കും. പക്ഷേ നമ്മൾ ഏലക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാരൊക്കെ കൂട്ടി പൊടിക്കണതായതുകൊണ്ട് തന്നെ ഏലക്കായൻ്റെ രുചിയിൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ഇടുന്നത്. അപ്പോൾ പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ. കാരണം റെസ്റ്റ് ചെയ്യാൻ വെക്കണതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂർ മുമ്പ് നിങ്ങൾ ബാറ്റർ റെഡിയാക്കി വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ രാവിലെയൊക്കെ ചൂടാണെങ്കിൽ തലേന്ന് രാത്രി ഈ മാവ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ രാവിലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ഇപ്പോഴേ ചുട്ടെടുക്കുകയാണ്. അരക്കുക ചൂടുക അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുക, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പൊങ്ങി വരിക സോഫ്റ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ഒരു പിഞ്ച്, ഒരുപാട് വേണ്ട കേട്ടോ, ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ ഇതിനൊരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണില്ല കേട്ടോ. ഞാനിതിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ കുഴപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുഴി നിറച്ചും എണ്ണ ഒഴിക്കും അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണില്ല കേട്ടോ. ഞാൻ ഏകദേശം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഒഴിക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ.
നമ്മളത് ഈ കൊഴിക്കുമ്പോൾ എന്നാലും അത് കാരണം ഇത് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കണില്ല. എന്താ വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് അരച്ചിട്ടുമില്ല. പിന്നെ നമ്മളിതിലേക്ക് മൈദ പഴം ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇത് നല്ലോണം വേവാത്തൊരു മാവാണ്. വേവാത്തെന്ന് പറഞ്ഞാൽ ശർക്കര പാനൊക്കെ തണുത്തതാണല്ലോ ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ ഒരു തുള്ളി എണ്ണ കുടിക്കൂല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് മാത്രം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ തന്നെ ഇതിപ്പോൾ 2 വട്ടം ഇതാക്കാണ്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. ഗ്ലാസ്സിൽ നമ്മൾ കയ്യിലുകൊണ്ടല്ലേ ഇത് ഇളക്കണതൊക്കെ, കയ്യിൽ ടീസ്പൂണൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൊഴിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് കറക്റ്റിൽ അങ്ങോട്ട് മുക്കിയെടുക്കാൻ ഒരു പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒരു ഗ്ലാസ് കൊഴിച്ചിട്ട് ഒരു ഗ്ലാസ് ഇതുപോലെ ഒരു 200 ഗ്രാമിൻ്റെ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള 6-7 കുഴിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലോണം ഫുള്ളാക്കി അങ്ങോട്ട് ഒഴിക്കണ്ട, ഒരു പോയിൻ്റ് കുറഞ്ഞോട്ടെ, കാരണം ഇത് നമുക്ക് പൊങ്ങി വരാനൊക്കെ ഉള്ളതാണ്. പിന്നെ ചിലർ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞേക്കാം അത് തിളച്ച് ചിന്തന പോലെ ആകെ ചിന്തിപ്പോയി എന്നൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ എന്താ പറയുക, ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവാഞ്ഞിട്ടാണ്, കുറച്ച് ലൂസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ആയാൽ എന്താ പറയുക, നമുക്ക് നല്ലൊരു കറക്റ്റ് പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിൽ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിൽ ദോശയൊന്നും കിട്ടിയില്ലെങ്കിലും ഉണ്ണിയപ്പം പെട്ടെന്ന് കിട്ടും. അതിന് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി, ഉണ്ണിയപ്പം ചട്ടി വേണമെന്നൊന്നുമില്ല. ഇത് ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചട്ടി വെച്ച് നല്ലോണം പഴുത്ത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കട്ടോ. നമ്മൾ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പം ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പത്തിന്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, നല്ലോണം ചട്ടി പഴുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾക്കത് ചൂടായിട്ടുണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയുടെ മുകളിൽ കൈ ചട്ടിമ തട്ടാത്ത രീതിയിൽ കുറച്ച് പൊങ്ങിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചട്ടി വന്നൊരു ആവി നമ്മളെ കൈമക്ക് വരും. അപ്പോഴാണിത് ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാവുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കും ചെയ്യരുത്, എന്നാലോ ഹൈ ഫ്ലെയിമിലാക്കും ചെയ്യരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലോണം അടിഭാഗം കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു 2 മിനിറ്റും കൂടി കഴിയുമ്പോഴേക്കും മറ്റേ ഭാഗം നല്ല പോലെ കുക്കായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പഴമൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആവില്ല കേട്ടോ. ഉണ്ണിയപ്പം സോഫ്റ്റ് ആവില്ല. അപ്പോൾ അത് ചുട്ടെടുക്കുമ്പോൾ ഒരു സോഫ്റ്റ് പോലൊക്കെ തോന്നിയാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കല്ലും കണ്ടം പോലെ ഉണ്ടാവും. നമ്മൾ രണ്ടാമത് മറിച്ചിടുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, നല്ല കല്ല് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പഴമൊക്കെ ചേർത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഏത് ഭാഗത്തും നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല റൗണ്ട് നല്ല ബോൾസ് പോലെ ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. നമ്മൾ വല്ല ബണ്ണൊക്കെ ഉണ്ടാവില്ല, ബണ്ണൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാണ് അതേപോലെ നമ്മൾ വിരലിങ്ങനെ ചപ്പി പോവുകയാണ്. നല്ല ഒറ്റ പൊടി ഫ്ലോപ്പ് ആവുക പോലും ചെയ്യണില്ല. ഇനി ഞാനിതൊന്ന് നിങ്ങൾക്ക് പിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ബണ്ണൊക്കെ ഇങ്ങനെ മുറിക്കണ പോലെയാണ് കേട്ടോ. ഇതിന് പ്രത്യേക ഒരു രുചിയാണ്. ഇത് കഴിക്കുമ്പോൾ എന്താ പറയുക, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാവും. നമ്മൾ കേക്കൊക്കെ ഇങ്ങനെ പിച്ചെടുക്കണ പോലെ ഉണ്ടാവും. പക്ഷേ കഴിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ കഴിക്കും. നമുക്ക് മധുരമുള്ളൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊരു മടിയൊക്കെ ഉണ്ടാവില്ലേ, മന്ദപ്പൊക്കെ വരുമല്ലേ. പക്ഷേ ഇത് മന്ദപ്പ് വന്നാലും നമ്മളെ വായിന് രുചി ആലോചിക്കും, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. കാരണം ഒരു അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ജീരകം ഏലക്കാപ്പൊടിയും നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കണം. അതുപോലെ തന്നെ ശർക്കര ഒരുപാട് വേണ്ട കേട്ടോ. ഒരു 2.5 ഗ്ലാസ് അരിയിലേക്ക് ഒരു 350 ഗ്രാം ശർക്കര ഉണ്ടെങ്കിൽ നല്ല കറക്റ്റ് മധുരമായിരിക്കും. ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരാണിയും കൂടിയൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ തരി. പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഒരുപാട് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാടൻ ഉണ്ണിയപ്പം നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക. പണ്ടുള്ള കാലത്തുള്ള ആളുകൾ ഉണ്ടാക്കിയതിന് ആ ഒരു രീതിയിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. കുട്ടികൾക്കൊക്കെ എന്തോരം ഇഷ്ടം മക്കളെ ഉണ്ണിയപ്പം.
വേറെ അപ്പം പോലല്ലേ, ഏത് അപ്പം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കടയിൽ നിന്നും പൂരിന് വഴിമെന്നൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മളെ വീട്ടിൽ വലിയൊരു ചിലവൊന്നുമില്ലാതെ 2 ഗ്ലാസ് പച്ചരിയും കുറച്ച് ശർക്കര ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.